ക്രെഡിറ്റിൽ തർക്കം വേണമെന്ന് ചോദിച്ചാൽ തർക്കം വേണ്ട എന്ന് തന്നെയാണല്ലോ നമ്മുടെ അഭിപ്രായം. പക്ഷേ ക്രെഡിറ്റ് പൂർണ്ണമായും അടിച്ചെടുക്കുക എന്നതിലാണ് രണ്ട് കൂട്ടരും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിന് തൊട്ട് മുന്നെയാണ് കോൺഗ്രസും അവകാശവാദവുമായി ഇതിന് ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കണമെന്ന കെ സുധാകരൻ അടക്കം പറയുന്ന കാര്യം കണ്ടു. നമ്മളിപ്പോൾ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ശൈലിയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത്. അത് ശൈലി എന്നതിനപ്പുറം രാഷ്ട്രീയ മര്യാദ എന്ന വാക്കാവും കുറച്ചുകൂടി നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു. ആ രാഷ്ട്രീയ മര്യാദയാണ് അദ്ദേഹം കാണിക്കാതിരുന്നത്. അതേസമയം തുറമുഖ മന്ത്രി വി.എൻ. വാസവൻ ആ രാഷ്ട്രീയ മര്യാദ കാണിക്കുന്നു. സ്പീക്കർ എൻ ഷംസീർ ആ രാഷ്ട്രീയ മര്യാദ കാണിക്കുന്നു. ഷംസീറിന്റെ വാചകങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണം ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർണ്ണമാകില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതൊരു രാഷ്ട്രീയ മര്യാദയാണ്. സ്പീക്കർ പല ഘട്ടങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പലപ്പോഴും എൻ ഷംസീർ ആ രാഷ്ട്രീയ മര്യാദ സഭയിലും കാണിക്കാറുണ്ട്. പൊതുവെ അങ്ങനെ ആ രൂപത്തിൽ എല്ലാവരും കാണിക്കാറില്ല. അത് അദ്ദേഹം കാണിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ പേര് മുഖ്യമന്ത്രി പറഞ്ഞില്ല എങ്കിൽ ആ ചരിത്രത്തിൽ നിന്ന് ആ പേര് നീക്കം ചെയ്യപ്പെടുന്നില്ല. ചരിത്രത്തിൽ അവിടെ കിടക്കുകയാണ് ആ പേരെന്നുള്ളതാണ്. കാരണം ഈ രൂപത്തിൽ ഈ പദ്ധതി വരുന്നത് അതിൽ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടിയാണ്. ആ എല്ലാ കടലാസിലും ആ പേര് ആ ഒപ്പ് കിടക്കുന്നു. അതുകൊണ്ടാണ് കരൺ അദാനി അദ്ദേഹത്തെ ഓർമ്മിച്ചത്. അതുകൊണ്ട് വി.എൻ. വാസവനും പറയുന്നു. അപ്പോൾ ആ രാഷ്ട്രീയ മര്യാദ പിണറായി വിജയൻ കാണിച്ചില്ല. കാരണം 6000 കോടിയുടെ അഴിമതി പറഞ്ഞ നേതാവാണ്. അന്ന് ആ 6000 കോടിയുടെ അഴിമതി പറയുമ്പോഴും അന്ന് സഭയിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ പ്രസംഗം ഒക്കെ ഇപ്പോൾ പ്രതികരണമൊക്കെ ഇപ്പോൾ ബൈറ്റായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ ഏത് നിർദ്ദേശവും സ്വീകരിക്കാം, അഴിമതി പറഞ്ഞ് എതിർക്കാൻ പറ്റില്ല എന്ന് വളരെ ശക്തമായി തന്നെയാണ് ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യം. പിന്നെ ആ കരാറിലേക്ക് പോകുമ്പോൾ കരാറിൻ്റെ പോരായ്മകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ആ കരാർ 2015 ഓഗസ്റ്റ് 17 ഒപ്പിട്ട കരാർ അതവിടെ നിൽക്കുകയാണ്. 1000 ദിവസത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് ഇപ്പോൾ 9 വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാകും. അപ്പോൾ ഏതൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട് നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും ചിലരെ ഒഴിവാക്കിക്കൊണ്ട്, അപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ പറയേണ്ടേ അങ്ങനെയാണെങ്കിൽ നായനാരെ പറയണ്ടേ, അതിന് മുമ്പുള്ളവരെ പറയണ്ടേ, അങ്ങനെ നോക്കിയാൽ സർസിപ്പിയുടെ കാര്യത്തിൽ പറയേണ്ടി വരില്ലേ? അങ്ങനെ പറയുക എന്നുള്ളതല്ല. ഈ രൂപത്തിൽ പദ്ധതി വരുമ്പോൾ അതിൻ്റെ തുടക്കക്കാരെ ഓർമ്മിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നായനാരുടെ കാലത്ത് വലിയ രൂപത്തിൽ ഈ പദ്ധതിയുടെ ആലോചനകളും ചർച്ചകളും നടന്നിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് കരുണാകരൻ്റെ കാലത്താണ്, 91-ലാണ്. അന്ന് തുറമുഖ മന്ത്രിയായിരുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ എം.വി. രാഘവനാണ് ഈ രൂപത്തിൽ ഒരു തുറമുഖം എന്ന രൂപത്തിലേക്ക് അത് വിഭാവനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വന്ന് കണ്ടിട്ടുള്ളതാണ്. അന്ന് അതിനുശേഷം പിന്നീട് വരുന്ന എന്താണ്, 95 ഒക്ടോബർ ധാരണാപത്രവുമാകുന്നുണ്ട്. അതിനുശേഷം ആണ് നായനാർ അധികാരത്തിൽ വരുന്നത്. കെ നായനാർ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ എതിരാളിയായി മാറിക്കഴിഞ്ഞല്ലോ അപ്പോഴേക്കും എം.വി. രാഘവൻ. അപ്പോൾ എം.വി. രാഘവൻ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം. ഇതിലാണ് ഞാൻ പറഞ്ഞ ഓരോ ഘട്ടങ്ങളിലും വികസനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വികസനത്തെ എതിർക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയം വരുന്നു. ഭരണത്തിൽ ഇരിക്കുമ്പോൾ വികസനം കൊണ്ടുവരുന്നവരാകുന്നു. അത് രണ്ടു കൂട്ടരും ഓരോരോ സമയങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നായനാരുടെ കാലത്ത് വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ MVR കൊണ്ടുവരുന്ന ആ പദ്ധതി അതുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് നായനാർ ആലോചിക്കുന്നു. അതിന്മേൽ അനങ്ങിയിട്ടില്ല. 2001 2006 പിന്നീട് UDF ആണ് വന്നിട്ടുള്ളത്. നോക്കൂ, ഇന്നത്തെ ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അടക്കം ഇപ്പോൾ ചർച്ചകളിൽ വരുന്ന CPM പ്രതിനിധികൾക്ക് അതിന്മേൽ കൃത്യമായൊരു പ്രതികരണം നൽകാൻ ബുദ്ധിമുട്ടുന്ന കണ്ടു. ഇത് അദ്ദേഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനോഹരമാകുമായിരുന്നു എന്ന് M. വിൻസെൻ്റ് MLA പറയുകയുണ്ടായി. എന്തിനാണ് ഇതിപ്പോൾ മുമ്പ് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിൽ ചില എതിർപ്പുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അത് വിചാരിച്ച് ഇന്നത്തെ പരിപാടിയിൽ മാറ്റി നിർത്താമോ? അപ്പോൾ പറഞ്ഞു, ഇതല്ല യഥാർത്ഥത്തിലുള്ള ഉദ്ഘാടന പരിപാടി, ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നില്ല, ഇത് ട്രയൽ റൺ മാത്രമാണല്ലോ, അപ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കും എന്നൊക്കെ CPM പ്രതിനിധികൾക്ക് പറയേണ്ടി വരികയാണ്. എന്തിനാണ് ഒരു കറയുണ്ടാക്കുന്നത്? അത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ കേരളത്തിൻ്റെ വികസന പദ്ധതി രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ കേരളം, വിഴിഞ്ഞം, തിരുവനന്തപുരം എന്നുള്ള പേര് അങ്ങനെ വരാൻ പോകുന്ന ഒരു സാഹചര്യം, അത് എല്ലാവരും കൂടി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ചെറിയ തർക്കങ്ങളല്ലല്ലോ വാർത്തയാകുന്നത്. അപ്പോൾ ഒരു ചെറിയ മനസ്സിൻ്റെ ഒരവസ്ഥയാണ്. അതിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ BJP പറയുന്നുണ്ട്. BJP പറയുന്നത് ഇപ്പോൾ സർബാനന്ദ സോനോവാൾ വന്നു, ജോർജ് കുര്യനെ വിളിച്ചില്ല, സുരേഷ് ഗോപിയെ വിളിച്ചില്ല, അത് അവരുടെയും പരാതിയായിട്ട് വരികയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അവരെയും കൂടി വിളിക്കാമായിരുന്നു. 2 കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തിലുണ്ട്, അപ്പോൾ അവരെയും കൂടെ വിളിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയത്തെ ഉദ്ഘാടന മഹാമഹത്തിൽ എല്ലാവരും ഉണ്ടാകുമെന്ന് പറയുന്നു. നമുക്ക് അങ്ങനെയാണോ നോക്കാം? തീർച്ചയായിട്ടും കമ്മീഷനിങ്ങിന് എല്ലാവരെയും വിളിക്കാനാണ് സാധ്യത. നേരത്തെ തന്നെ പറഞ്ഞു, കമ്മീഷനിങ്ങിനാണ് ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിക്കുക, മറ്റുള്ളവരെ വിളിക്കും. ഒരു വലിയ ഉത്സവമായി തന്നെ അത് സെപ്റ്റംബറിൽ നടക്കും. പക്ഷേ ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഒരു ചോദ്യമുള്ളത്, ഇപ്പോഴും അതിൻ്റെ അടിസ്ഥാന പശ്ചാത്തല വികസനം പൂർണ്ണമായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ വേഗം നടപ്പിലാക്കുമെന്നാണ് 2028 ഏതാണ്ട് ഒരു സമ്പൂർണ്ണ പോർട്ടായിട്ട് അത് മാറും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 3 ഘട്ടവും കഴിഞ്ഞു. അതെ. ഈ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്ന കാര്യത്തിൽ ഇപ്പം ഒരു ചടങ്ങിൽ ഇതിൻ്റെ തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്.
ഓരോ ഘട്ടങ്ങളിലും നടക്കുന്ന ചടങ്ങുകളിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പം ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാവിനെ അല്ലല്ലോ ഉള്ളത്. പ്രശ്നം പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിലേക്ക് വിളിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഈ പ്രോജക്റ്റിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് രാഷ്ട്രീയ ഔചിത്യം എന്ന നിലയ്ക്ക് പിന്നെ പിണറായി വിജയൻ പരാമർശിക്കാൻ ഒരു ചോദ്യമുണ്ട് ബാലകൃഷ്ണൻ. അതായിരിക്കില്ലേ അടുത്ത തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ടൂൾ? അല്ല, പിണറായി വിജയൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഉമ്മൻചാണ്ടിയുടെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ നിങ്ങൾ UDF വോട്ട് ചെയ്യൂ. ഇതായിരിക്കില്ലേ അടുത്ത മുദ്രാവാക്യം? 2015 UDF കാലത്ത് ധാരണാപത്രം ഒപ്പിട്ടു. അതിനുശേഷം ആ പദ്ധതിയുമായി മുന്നോട്ട് പോയത് ഞങ്ങളാണെന്ന് പറയാലോ. ഒരു വരി പറഞ്ഞാൽ പോരെന്നേ. ആ വരി വെച്ചിട്ട് UDF അതാണോ അങ്ങനെയാണെങ്കിൽ വിമോചന സമരം, ഈ വിമോചന സമരത്തിൽ ഞങ്ങളും പങ്കുചേർന്ന് ഇതൊരു വിമോചന സമരമാണെങ്കിൽ ഞങ്ങളും ഉണ്ടാവും, ഇത് രണ്ടാം വിമോചന സമരം എന്ന് ഈ പദ്ധതിക്കെതിരെ സമരം ചെയ്തവരോടൊപ്പം നിന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് അല്ലേ? അപ്പോൾ അതിനെ നേരിട്ട് ഒരു ഇച്ഛാശക്തി ഉള്ളൂ. അപ്പം ഇതൊക്കെ സ്വാഭാവികമായി അതൊക്കെ രാഷ്ട്രീയമായിട്ട് ഒരുപാട് തടസ്സം നിന്നില്ലേ KPCC? അന്ന് 8 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്ന് അരുവിക്കര തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് അന്തർദേശീയ സമ്മർദ്ദത്തിൽ പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള അന്തർദേശീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഒരു സമരം നടക്കുമ്പോൾ സമ്മർദ്ദം എന്നുള്ളത് അതുമുണ്ട്. എത്ര കാലം അങ്ങനെ ചുരുക്കി കാണരുത്. അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്ന ഉറപ്പുകൾ ലഭിക്കാത്തപ്പോൾ അവർ സമരം ചെയ്യും. അവരെ സംബന്ധിച്ച ആശങ്കകൾ ഉണ്ടായിരുന്നു. 8 ആവശ്യങ്ങളിൽ 7 ആവശ്യങ്ങളും സർക്കാർ കേട്ടില്ലേ? 8ാമത്തെ ആവശ്യം എന്തായിരുന്നു? പദ്ധതി നടപ്പാക്കരുത്. 7 ആവശ്യങ്ങൾ, മനുഷ്യാവകാശ പ്രശ്നങ്ങളും അവിടുത്തെ യൂസർ ഫീയുടെ കാര്യങ്ങളും അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ 8ാമത്തെ ആവശ്യമായിട്ട് ഉയർത്തിയത് പദ്ധതി നടപ്പാക്കരുതെന്ന. ആ പദ്ധതി നടപ്പാക്കരുതെന്ന ആവശ്യം അംഗീകരിക്കണമായിരുന്നു. അതിനെ നേരിട്ടു. അതിനെ തുടർന്നാണ് അവിടെ പ്രക്ഷോഭം ഉണ്ടാവുന്നത്. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതൊരു പാതിരി എന്ന് പറഞ്ഞൊരു അനാവശ്യ വർത്തമാനമാണ് അന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി പ്രയോഗിച്ച വാക്ക്. അതിനോടൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച അക്കാലത്ത് നിന്നവരുമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അതിനെയൊക്കെ നേരിട്ട് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പിണറായി വിജയന്റെയും പദ്ധതിക്കുള്ള കരാർ ഒപ്പിട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ഇച്ഛാശക്തിയാണ്. തരൂർ എന്തുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കില്ല? അദ്ദേഹത്തെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് അതൃപ്തിയുള്ളൊരു വിഷയത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല തീരുമാനം. പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കാത്തത് കൊണ്ട് പങ്കെടുക്കുന്നില്ല. അപ്പോൾ അതൊരു ആശങ്കയായിരുന്നേ. ഇത് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു നടപ്പാക്കണ്ടേ? പ്രശ്നങ്ങളില്ലാതെ അല്ലല്ലോ. ഇപ്പൊ തീർച്ചയായിട്ടും അവിടുത്തെ തൊഴിലാളികൾ ഇപ്പൊ നോക്കൂ, ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ബെനിഫിഷ്യറി ആരാൻ പോകുന്നത് ആരാ? 50% ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ പ്രാദേശികമായി കൊടുക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്ന പദ്ധതിയാണ്. അതുകൊണ്ടാണ് അവിടെ ഇത്രയും ആളുകൾ തടിച്ചുകൂടിയത്. Meet the editor.